ഹായ് ഓൾ, ഞാൻ റോബിൻ തരകൻ. സൈക്കിൾ സ്റ്റോറീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നരിമണ്ടയുടെ കാഴ്ചകൾ ഇനിയും ബാക്കിയുണ്ടെന്ന്. അതിലാദ്യം കണ്ട കാഴ്ചയാണ് ഇതൊരു ഗുഹയുടെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ ഹരീഷ് മാഷ് ഒരു സംഗതി കാണിച്ചു തന്നു. എരുമമൂട്ട ഉപദ്രവകാരി അല്ലാത്തതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഹരിയേട്ടനൊരു മുള്ളമ്മന്നിൻ്റെ മുള്ള് കിട്ടി. ഗംഗാദാസ് വളരെ കൗതുകത്തിൽ അത് നോക്കി. നമ്മൾ പതുക്കെ ഗുഹയിലേക്ക് കയറാൻ തന്നെ തീരുമാനിച്ചു. നമ്മൾ ഗുഹകളൊക്കെ കണ്ടിട്ടുണ്ട്. അടുത്ത വീഡിയോ നിങ്ങളെ ഞാനത് കാണിക്കാം. പക്ഷെ അത് ചെറിയ ഗുഹയാണ്. നമ്മൾ കണ്ടതിൽ വെച്ച് വലിയൊരു ഗുഹയാണിത്. ഇത് മഴക്കാലങ്ങളിൽ ധാരാളം വെള്ളം ഒലിച്ചു വരുന്നൊരു സ്ഥലമാണെന്നാണ് നമുക്ക് തോന്നിയത്. ഇവിടുത്തെ പാറകളൊക്കെ വളരെ മിനുസാണ്. ഗുഹയ്ക്കുള്ളിൽ നമ്മൾ കണ്ട ഒരു വ്യത്യസ്തമായ കല്ലാണിത്. ഏകദേശം ഒരു ഇരിപ്പിടം പോലെയാണ് നമുക്ക് തോന്നുന്നത്. നല്ല പരന്നൊരു കല്ല്. പിന്നെ ഗുഹയിൽ നമുക്ക് നൂന്ന് വേണം പോവാൻ. തലമുകളിൽ തട്ടും. ഗ്യാപ്പ് വളരെ കുറവാണ്. എന്നാലും വളരെ വിസ്താരമുള്ളൊരു ഗുഹയായിട്ടാണ് നമുക്ക് തോന്നിയത്. പല സ്ഥലങ്ങളിലും അറകളുള്ള പോലെയാണ് നമുക്ക് തോന്നിയത്. ഗുഹ പിന്നെയും മുന്നിലോട്ട് നീണ്ടു കിടക്കുകയാണ്. പക്ഷെ ഇനി അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ തിരിച്ചു കടക്കൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ പിന്നെ തൽക്കാലം നമ്മൾ അവിടെ വെച്ച് നമ്മുടെ യാത്ര നിർത്തി. കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചെത്തുമ്പോഴേക്കും വിശപ്പ് ഭയങ്കരമായി. അങ്ങനെ നമ്മൾ ഭക്ഷണത്തിനുള്ള പരിപാടികൾ നോക്കി തുടങ്ങി. നമ്മൾ മീൻ വറുത്തു, ഒപ്പം കഞ്ഞിയും വെച്ചു, ഒപ്പം കുറച്ച് സലാഡ് നമ്മൾ ഉണ്ടാക്കി. പെട്ടെന്ന് പോയി ഒരു കുളി പാസ്സാക്കി. പെട്ടെന്ന് തന്നെ ഫുഡടി തുടങ്ങി. എല്ലാവരും കൂടി കഴിക്കാനിരുന്ന് കഴിഞ്ഞപ്പോൾ സ്പൂണില്ല. അപ്പം പിന്നെ ഒരു നൊസ്റ്റാൾജി ആയിക്കോട്ടെ എന്ന് ഓർത്ത് പ്ലാവല വെച്ച് കഞ്ഞൂടി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു ടാസ്ക്കാണ്. സ്പൂൺ കിട്ടിക്കഴിഞ്ഞപ്പോൾ അംഗം തുടർന്നു. വിശപ്പ് കൂടുതലായോണ്ടാണെന്ന് അറിയില്ല, ഭക്ഷണത്തിനൊക്കെ നല്ല ടേസ്റ്റ്. വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഇപ്പോൾ സമയം 6 മണി. ഞങ്ങൾ പതുക്കെ മുന്തിപ്പുഴോടും താമസിച്ച് വീടിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഒരു 72 കിലോമീറ്ററാണ് തൃശ്ശൂർക്ക് പ്രതീക്ഷിക്കുന്നത്. വഴിയിൽ വെച്ച് കാണാം.
ഏകദേശം 7:30 നമ്മൾ ഭാരതപ്പുഴ എത്തി. ഭാരതപ്പുഴയിലെ പ്രഭാത കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. മാനൂർ എത്തിക്കഴിഞ്ഞപ്പോ ദേവേട്ടന്റെ ചായക്കട കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ ചവിട്ടി. ഇവിടെ പോന്നു കഴിഞ്ഞപ്പോൾ നമ്മള് ഭാരതപ്പുഴയുടെ ഒരു സൈഡിൽ വീണ്ടും ഒന്ന് ചവിട്ടി ഒരു കുളി പാസ്സാക്കാനുള്ള പ്ലാനായി. അങ്ങനെ നമ്മൾ പുഴയിൽ ഇറങ്ങി നല്ലൊരു കുളി പാസ്സാക്കി റൈഡ് തുടർന്നു. ഏകദേശം നമ്മൾ 12 മണിയോടുകൂടി തൃശ്ശൂര് വീട്ടിലെത്തി. കുറെ നല്ല ഓർമ്മകളും കുറെ പുതിയ അറിവുകളും പുതിയ അനുഭവങ്ങളും നമുക്ക് ഈ റൈഡിൽ കൂടെ കിട്ടി. അതിന് ഞാൻ ഹരിയേട്ടനോടും ഹരിയേട്ടൻ്റെ സുഹൃത്തുക്കളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.